സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ആസൂത്രണ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത. ആസൂത്രണ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത ദുർഗാബായ് ദേശ്മുഖ് ആണ്. ദുർഗാബായ് ദേശ്മുഖ്. ഷൺമുഖദാസൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ. ഷൺമുഖദാസൻ എന്നറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ. നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചിത്രീകരിക്കുന്ന M.R. ഭട്ടതിരിപ്പാടിൻ്റെ നാടകം. നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചിത്രീകരിക്കുന്ന M.R. ഭട്ടതിരിപ്പാടിൻ്റെ നാടകമാണ് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്നത്. മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം. ക്ലോറോഫിലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ക്ലോറോഫിലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യമാണ്. മഗ്നീഷ്യം. കരിമ്പിൽ നിന്ന് കിട്ടുന്ന പഞ്ചസാര. കരിമ്പിൽ നിന്ന് കിട്ടുന്ന പഞ്ചസാര സൂക്രോസ് ആണ്. സൂക്രോസ്. EMS മന്ത്രിസഭയുടെ കാലത്ത് നിയമസഭയിൽ ഭൂപരിഷ്കരണ ബിൽ കൊണ്ടുവന്ന റവന്യൂ മന്ത്രി. EMS മന്ത്രിസഭയുടെ കാലത്ത് നിയമസഭയിൽ ഭൂപരിഷ്കരണ ബിൽ കൊണ്ടുവന്ന റവന്യൂ മന്ത്രിയാണ് KR ഗൗരിയമ്മ. KR ഗൗരിയമ്മ. സമ്പൂർണ്ണദേവൻ എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ്. സമ്പൂർണ്ണദേവൻ എന്നറിയപ്പെട്ടത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളാണ് സമ്പൂർണ്ണദേവൻ എന്ന് അറിയപ്പെട്ടത്. ഗരം പാനി വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ഗരം പാനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. ആസാം. സസ്യങ്ങളുടെ ഗന്ധം, പൂമ്പൊടി എന്നിവയിൽ നിന്നുണ്ടാകുന്ന അലർജിയാണ് ഹേ ഫീവർ. സസ്യങ്ങളുടെ ഗന്ധം, പൂമ്പൊടി എന്നിവയിൽ നിന്നുണ്ടാകുന്ന അലർജിയാണ് ഹേ ഫീവർ. സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയ വർഷം. സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയ വർഷം 1938 ആണ്. 1938. ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും രചിച്ചത്. ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും രചിച്ചത് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് പെഡോജെനിസിസ് എന്നാണ്. പെഡോജെനിസിസ്. താജ്മഹൽ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച വർഷം. താജ്മഹൽ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച വർഷം 1983 ആണ്. 1983. സമുദ്ര പഠനങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം. സമുദ്ര പഠനങ്ങൾക്കായിട്ട് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഓഷ്യൻ സാറ്റ് ആണ്. ഓഷ്യൻ സാറ്റ്. പ്ലാസ്റ്റിക് ഗേൾ എന്നറിയപ്പെടുന്ന കായിക താരം. പ്ലാസ്റ്റിക് ഗേൾ എന്നറിയപ്പെടുന്ന കായിക താരം നദിയ കോമനേച്ച് ആണ്. നദിയ കോമനേച്ച്. പ്ലാസ്റ്റിക് ഗേൾ എന്നറിയപ്പെടുന്ന കായിക താരമാണ് നദിയ കോമനേച്ച്. വെള്ളപ്പൊന്ന് എന്നറിയപ്പെടുന്ന ലോഹം. വെള്ളപ്പൊന്ന് എന്നറിയപ്പെടുന്ന ലോഹം പ്ലാറ്റിനമാണ്. തിരുവിതാംകൂർ രാജവംശത്തിന്റെ പഴയ പേര്. തിരുവിതാംകൂർ രാജവംശത്തിന്റെ പഴയ പേര് തൃപ്പാപ്പൂർ സ്വരൂപം എന്നാണ്. തൃപ്പാപ്പൂർ സ്വരൂപം. ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര. ലെസർ ഹിമാലയ. ഹിമാചലാണ് ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര. ഹിമാചൽ. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയേൽ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ് BR അംബേദ്കർ ആണ്. BR അംബേദ്കർ. ഇന്ത്യയിൽ നിന്നും ബുക്കർ സമ്മാനം നേടിയ ആദ്യ വ്യക്തി. ഇന്ത്യയിൽ നിന്നും ബുക്കർ സമ്മാനം നേടിയ ആദ്യ വ്യക്തി അരുന്ധതി റോയ് ആണ്. അരുന്ധതി റോയ്. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പരസ്യവാചകത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പരസ്യവാചകത്തിന്റെ ഉപജ്ഞാതാവ് വാൾട്ടർ മെൻഡസ് ആണ്. വാൾട്ടർ മെൻഡസ്. മലയാള സർവകലാശാല ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത്? മലയാള സർവകലാശാല ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പേരിലാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഭാരതകേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? ഭാരതകേസരി മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. അസ്കോർബിക് ആസിഡ്
വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി ആണ് അസ്കോർബിക് ആസിഡ് എന്ന് അറിയപ്പെടുന്നത്. സൈനോകൊബാലമിൻ എന്നത് ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ്? സൈനോകൊബാലമിൻ വിറ്റാമിൻ B12 രാസനാമമാണ് സൈനോകൊബാലമിൻ. കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് പൂന്താനമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാലിലാണ്. ഭോപ്പാൽ. കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മ. കേരള പാണിനി AR രാജരാജവർമ്മ. വിദ്യുത് പ്രതിരോധം ഏറ്റവും കുറഞ്ഞ ലോഹം. വിദ്യുത് പ്രതിരോധം ഏറ്റവും കുറഞ്ഞത് വെള്ളിയാണ്. അഭിനവ ഭോജൻ എന്നറിയപ്പെട്ടത് കൃഷ്ണദേവരായറാണ്. കൃഷ്ണദേവരായർ. ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന പ്രവർത്തനം ഓക്സീകരണമാണ്. ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന പ്രവർത്തനം ഓക്സീകരണം. റിക്ടർ സ്കെയിലിൽ അളക്കുന്നത് ഭൂകമ്പമാണ്. റിക്ടർ സ്കെയിലിൽ അളക്കുന്നത് ഭൂകമ്പം. ഫുൾ വൈഫൈ സോൺ നടപ്പാക്കിയ ആദ്യ മുനിസിപ്പാലിറ്റിയാണ് മലപ്പുറം. വയലാർ അവാർഡ് ആരംഭിച്ച വർഷം. വയലാർ അവാർഡ് ആരംഭിച്ചത് 1977 1977 വയലാർ അവാർഡ് ആരംഭിച്ചത്. 90-ാം ആണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് ആര്? 90-ാം ആണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. വൈക്കം സത്യാഗ്രഹ കമ്മിറ്റിയോടനുബന്ധിച്ചുള്ള ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് ആരാണ്? വൈക്കം സത്യാഗ്രഹ കമ്മിറ്റിയോടനുബന്ധിച്ചുള്ള ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് കെ കേളപ്പനാണ്. കെ കേളപ്പൻ. 90-ാം ആണ്ട് സമരത്തിൻ്റെ മറ്റൊരു പേരാണ് ഊരൂട്ടമ്പലം ലഹള. ഊരൂട്ടമ്പലം ലഹള എന്നറിയപ്പെട്ടത് 90-ാം ആണ്ട് സമരമാണ്. പേട്രിയറ്റ് സെയിന്റ് ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരാണ്? പേട്രിയറ്റ് സെയിന്റ് ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ. ലോക അൾഷിമേഴ്സ് ദിനം എന്നാണ് സെപ്റ്റംബർ 21 ലോക അൾഷിമേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. സൈലന്റ് വാലിയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് റോബർട്ട് റൈറ്റ് ആണ്. സൈലന്റ് വാലിയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് റോബർട്ട് റൈറ്റ്. തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചത്. പൊയ്കയിൽ യോഹന്നാനാണ്. തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് പന്തി ഭോജനം അവതരിപ്പിച്ചത് തൈക്കാട് അയ്യാണ്. ധൻരാജ് പിള്ള ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് എയോഹ്യം. ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിലാണ്? ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. കുഷ്ഠരോഗമുണ്ടാക്കുന്ന രോഗാണുവാണ് മൈക്രോബാക്ടീരിയം ലെപ്രയാണ് കുഷ്ഠരോഗമുണ്ടാക്കുന്ന രോഗാണു. കണ്ണിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ എ. നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്ന അമ്ലം. സിട്രിക് അമ്ലം അല്ലെങ്കിൽ സിട്രിക് ആസിഡ് ആണ് നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്നത്. സിട്രിക് ആസിഡ്. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണമാണ് സ്ഫിഗ്മോമാനോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം. വൈദ്യുതിയുടെ വാണിജ്യ ഏകകം കിലോ വാട്ട് അവർ ആണ്. വൈദ്യുതിയുടെ വാണിജ്യ ഏകകം കിലോവാട്ട് അവർ. നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയൻ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എവിടെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരു. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത്? ശുക്രൻ.
ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം. ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ ആണ്. ഹൈഗ്രോമീറ്റർ. ലോക സമാധാന ദിനം. ലോക സമാധാന ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 21 സെപ്റ്റംബർ 21. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന പരിശോധിക്കുന്നതിന് കേന്ദ്ര സർക്കാർ 1948 നിയോഗിച്ച കമ്മിറ്റി. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന പരിശോധിക്കുന്നതിന് കേന്ദ്ര സർക്കാർ 1948 നിയോഗിച്ച കമ്മിറ്റിയാണ് എസ്.കെ. ധർ കമ്മിറ്റി. എസ്.കെ. ധർ കമ്മിറ്റി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ പ്രഭു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം നടന്ന വർഷം. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് 1942 1942. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ബി രാമകൃഷ്ണ റാവു. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ബി രാമകൃഷ്ണ റാവു. വേഴ്സായ്സ് ഉടമ്പടി ഒപ്പുവെച്ച വർഷം. വേഴ്സായ്സ് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1919 1919. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗ് ആണ്. ഹേഗ്. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദിയാണ്. ദാമോദർ നദിയാണ് ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളുടെ എണ്ണം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളുടെ എണ്ണം 22. ഭാരത സർക്കാരിന്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത്. ഭാരത സർക്കാരിന്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത് അറ്റോർണി ജനറൽ ആണ്. അറ്റോർണി ജനറൽ. ഗാന്ധിജിയുടെ ജനനം എന്നാണ്. ഗാന്ധിജിയുടെ ജനനം 1869 ഒക്ടോബർ 2. 1869 ഒക്ടോബർ 2. ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഭേദഗതി നിലവിൽ വന്ന തീയതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യത്തെ ഭേദഗതി നിലവിൽ വന്നത് 1951 ജൂൺ 18. 1951 ജൂൺ 18. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം അശോക സ്തംഭം. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം അശോക സ്തംഭം. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ചെറുതോണിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ഏതാണ്? ചെറുതോണി. അന്തർദേശീയ രസതന്ത്ര വർഷമായിട്ട് ആചരിച്ചത് എന്നാണ്? അന്തർദേശീയ രസതന്ത്ര വർഷമായിട്ട് ആചരിച്ചത് 2011 2011. ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കുന്ന ഉപകരണം. ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കുന്ന ഉപകരണം സീസ്മോഗ്രാഫ് ആണ്. സീസ്മോഗ്രാഫ്. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കർണാലാണ്. കർണാൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ ആണ്. ക്യാൻസർ അവയർനെസ് ദിനമായിട്ട് ആചരിക്കുന്നത്. ക്യാൻസർ അവയർനെസ് ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 7 നവംബർ 7. കുടുംബശ്രീയുടെ തൊഴിലില്ലായ്മ നിർമ്മാർജ്ജന പരിപാടി അറിയപ്പെടുന്നത്. കുടുംബശ്രീയുടെ തൊഴിലില്ലായ്മ നിർമ്മാർജ്ജന പരിപാടിയാണ് കേരളശ്രീ. സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഷിംലയിലാണ്. ഷിംല. സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കട്ടക്കാണ്. കട്ടക്ക്. ഗുജറാത്തിന്റെ തലസ്ഥാനമായ ആസൂത്രിത നഗരം. ഗുജറാത്തിന്റെ തലസ്ഥാനമായ ആസൂത്രിത നഗരം ഗാന്ധിനഗറാണ്. ഗാന്ധിനഗർ. കർഷകർക്ക് സോയിൽ ഹെൽത്ത് കാർഡ് നൽകിയ ആദ്യ സംസ്ഥാനം പഞ്ചാബ്. കർഷകർക്ക് സോയിൽ ഹെൽത്ത് കാർഡ് നൽകിയ ആദ്യ സംസ്ഥാനം പഞ്ചാബ്. ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത് ആരൊക്കെയാണ്? ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത് അലി സഹോദരന്മാരാണ്. അലി സഹോദരന്മാർ. ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിയിലാണ്? ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. മഹാനദി. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ഡെറാഡൂൺ. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രോപരിതലത്തിന്റെ ഒരു ഭാഗമേ കാണാനാകൂ. ഏത് ബഹിരാകാശ വാഹനമാണ് ആദ്യമായിട്ട് ചന്ദ്രന്റെ മറുഭാഗത്തിന്റെ ചിത്രമെടുത്തത്? ലൂണ 3 ആണ്. ലൂണ 3. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രോപരിതലത്തിന്റെ ഒരു ഭാഗമേ കാണാനാകൂ. ഏത് ബഹിരാകാശ വാഹനമാണ് ആദ്യമായി ചന്ദ്രന്റെ മറുഭാഗത്തിന്റെ ചിത്രമെടുത്തത്? ലൂണ 3. ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിച്ചത്.
വേനൽക്കാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലു. വേനൽക്കാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ലു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത വനിത. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത വനിത ആനി മസ്ക്രീൻ ആണ്. ആനി മസ്ക്രീൻ. ധ്രുവ ചരിത്രം രചിച്ചതാര്? ധ്രുവ ചരിത്രം പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ. ഇന്ത്യയിൽ നിയമദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഇന്ത്യയിൽ നിയമദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 26 നവംബർ 26. മലബാർ കലാപം നടന്ന വർഷം 1921 1921. ദ്രാവകങ്ങൾ അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും ഡാഷ് പ്രയോഗിക്കുന്നു. എല്ലാ വശങ്ങളിലേക്കും ബലം പ്രയോഗിക്കുന്നു. റോഡിലെ മഞ്ഞുരുക്കി മാറ്റാൻ ഉപയോഗിക്കുന്നത്? റോഡിലെ മഞ്ഞുരുക്കി മാറ്റാൻ ഉപയോഗിക്കുന്നത് ഉപ്പാണ്. ഉപ്പ്, സോഡിയം ക്ലോറൈഡ്. അഗ്നിശമനികളിൽ ഫോമിംഗ് ഏജന്റായും വസ്ത്രങ്ങളിലെ ഗ്രീസ് പോലുള്ള കറകൾ കളയാൻ ഉപയോഗിക്കുന്ന ഒരു അലൂമിനിയം സംയുക്തമാണ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. അഗ്നിശമനികളിൽ ഫോമിംഗ് ഏജന്റായും വസ്ത്രങ്ങളിലെ ഗ്രീസ് പോലുള്ള കറകൾ കളയാനും ഉപയോഗിക്കുന്ന ഒരു അലൂമിനിയം സംയുക്തമാണ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏത്? കണ്ടൽ വനങ്ങളുടെ പീറ്റ് മണ്ണാണ്. പീറ്റ് മണ്ണ്. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ മലയാളി കായിക താരം KM ബീനാമോൾ ആണ്. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി കായിക താരമാണ് KM ബീനാമോൾ. കണ ഏത് ശരീരഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ്? കണ ബാധിക്കുന്നത് അസ്ഥിയെയാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കൃതി ആരുടേതാണ്? 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഏത് മൂലകത്തിന്റെ അറ്റോമിക് നമ്പറാണ് 100? 100 ഫെർമിയത്തിന്റെ അറ്റോമിക് നമ്പറാണ്. ഫെർമിയം. ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് ഗ്രാഫൈറ്റ്. ബ്ലാക്ക് ലെഡ്, ഗ്രാഫൈറ്റ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാട്. കൃതിയുടെ പേര് 1.25 കോടി മലയാളികൾ. അവസാനത്തെ ചോദ്യം, കള്ളു പൊളിക്കുമ്പോൾ പതഞ്ഞു പൊങ്ങുന്ന വാതകം. കള്ളു പൊളിക്കുമ്പോൾ പതഞ്ഞു പൊങ്ങുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്